ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു എൻഗേജ്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഓർഡറിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പം പെട്ടെന്ന് കിട്ടിയിട്ടുള്ളൊരു ഓർഡർ ആട്ടോ. പിറ്റേന്നുള്ള എൻഗേജ്മെൻറ്റിൻ്റെ ഓർഡർ നമുക്ക് തലേന്ന് രാവിലെ ആട്ടോ കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടിയതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഹെമിനെയും കൂട്ടിയിട്ടാണ് പോയത്. പഴയതുപോലെയല്ല, ഇപ്പം പോയി കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ്. ഇനി അതിനുശേഷം വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ കുറേ ടൈം എടുത്തിട്ട് കേട്ടോ പോയിട്ടൊക്കെ വന്നപ്പം. അതിനുശേഷം നൈറ്റാട്ടോ നമ്മൾ കേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിത് കേക്ക് ചെയ്യുന്നുണ്ട്. ഒരു 3 kg കേക്കാണ് ചെയ്യുന്നത്, ടയർ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 3 kg ബാറ്റർ ഇവിടെ ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഹെമിന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കേക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഈ ഒരു സ്റ്റേജിലെത്തിയപ്പം ഹെമിന് എണീച്ച്. അപ്പോൾ ഞാനിതിവിടെ നമ്മുടെ മോൾഡൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 9 ഇഞ്ചും 6 ഇഞ്ചും അങ്ങനെ ആട്ടാം. അപ്പോൾ പിന്നെ ഹെമിന് എണീച്ചിട്ട് ഞാൻ ഹെമിനെ വാക്കറിൽ ഇരുത്തിയിട്ടാണ് ബാക്കിയുള്ള പണി ചെയ്യുന്നത്. അപ്പം ഹെമിനെ എണീച്ചിട്ട് ജസ്റ്റ് ഞാൻ ഫീഡൊക്കെ ചെയ്തിട്ടാട്ടോ പിന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അന്നേരം എനിക്ക് ചെറിയൊരു വശപ്പിച്ചൊക്കെ തോന്നി കേട്ടോ. കുറേ ടൈം എഗ്ഗും ഇതൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചപ്പം എന്തോ ഒരു ലൂസായ പോലെ, മൈദയൊക്കെ ഇട്ടപ്പം ഒരു ലൂസായ പോലെ തോന്നിയിട്ട് ഞാനത് പിന്നെ ബേക്ക് ചെയ്യാൻ നമ്മളെ ഈ ഒരു മോഡലിലേക്ക് വെച്ചിട്ടില്ല. ഈ ഒരു സമയമൊക്കെ ഞാൻ എന്താ പറയുക, ഇത് മോശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഹെമിനവിടെ ഇരുത്തിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാനൊരു സ്ക്വയറിൻ്റെ മോളിലേക്ക് മാറ്റി. എന്തായാലും ഇത് ഫ്ലോപ്പാണെന്ന് ഉറപ്പായി. പിന്നെ എന്തെങ്കിലും മിൽക്ക് കേക്കെല്ലാം ആക്കാം, അന്നേരം കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ മോൾഡിലേക്ക് മാറ്റിയിട്ടാം. അങ്ങനെ 3 kg ബാറ്റർ അവിടെ ഫ്ലോപ്പായിട്ടുണ്ട്. ഒരു സമയം ഞാൻ വീണ്ടും ബാറ്റർ അടിച്ചിട്ടാ ഒരു കേക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അവർ മേവിയും ഹെമിയും ഇതിനോട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. കളിക്കുന്ന വെച്ചാൽ ഇത് എന്താ പറയുക, അവർ എന്താ സംഭവം നല്ല നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഫ്രീ ആകുമ്പോൾ മിൽക്ക് കേക്ക് ആക്കാൻ വെച്ചിട്ടാ മാറ്റി വെച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ കിടന്നിട്ടോ. പിന്നെ കുട്ടികളെ ഉള്ളപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അലാറം സെറ്റ് ചെയ്ത് 3 മണിക്ക് അലാറം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പണി തുടങ്ങിയതാട്ടോ. അപ്പോൾ 3 മണിക്കാണ് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. കേക്ക് ബേക്ക് ചെയ്തിട്ട് കിടന്നതാണ്. അങ്ങനെ ഇത് മൊത്തം കേക്ക് ഫ്രോസ്റ്റ്, ആദ്യം തന്നെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച് ഒരു 3 മണിക്ക് എണീച്ചിട്ട് പിന്നെ ഫ്രോസ്റ്റിംഗ് പരിപാടിയിലോട്ടൊക്കെ നടന്നത്. അങ്ങനെ 2 കേക്കും ഫ്രോസ്റ്റ് ചെയ്ത്, വൈറ്റ് തീമായതുകൊണ്ട് തന്നെ വൈറ്റ് കേക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ 2 കേക്കും ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി കേട്ടോ. പിന്നെ ഇതൊരു സ്റ്റെൻസിലിൻ്റെ ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മറ്റേ നമ്മളെ സ്നോ ഫ്ലെക്സിൻ്റെ കട്ടർ വെച്ചിട്ടാട്ടോ ഈ ഒരു ടെക്സ്ചർ കൊടുക്കുന്നത്. നമുക്ക് എന്തിൻ്റെ കട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കയ്യിൽ ജസ്റ്റ് കിട്ടിയ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ചെറിയ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ഡ്രസ്സുള്ളത്, നെറ്റിൻ്റെ ഒരിത്. അപ്പം തോന്നിയതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അവർ. പിന്നെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറ്റില്ല. അതിനുശേഷം അതവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റായിട്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ടവർ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മൊത്തം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടും നടന്നിട്ടൊക്കെ നമ്മൾ ഇത് മൊത്തം സെറ്റ് ചെയ്തട്ടോ. 3 ഇതിലേക്കുള്ള ചോക്ലേറ്റിൻ്റെ ടവറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 4 ടയറാണ് വരുന്നത്. അപ്പോൾ ഇതാ ഒരു ലെയറിൽ നമ്മൾ കിറ്റ്കറ്റ് വെച്ച്, ഒരു ലെയറിൽ സ്നിക്കേഴ്സ്, ഒന്നിൽ ഗാലക്സി, ഒന്നിൽ ഡയറി മിൽക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറേ ടൈം എടുത്തിട്ടുണ്ടായിട്ടോ. നമ്മൾ 3 മണിക്ക് തുടങ്ങിയ വർക്കായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഏകദേശം ഒരു 6 മണിയെല്ലാം ആയിട്ടുണ്ടായിന് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുമ്പോഴേക്ക്. അപ്പം ഇതും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അത് മാറ്റി വെച്ച് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടില്ല, ലാസ്റ്റ് ടൈം ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഒരു ഹാമ്പർ ഉണ്ടായിന് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു പീസ് തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് വെക്കുന്നത്. 14 ഇഞ്ചിൻ്റെ ട്രേ ആയിരുന്നു. അപ്പം ഒരു 3 കിലോത്തോളം നമുക്ക് ചോക്ലേറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിന്. ആ ചോക്ലേറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം വീണ്ടും നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്സ് വെച്ചുകൊടുത്ത്. ഇത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് പണിയാട്ടോ. ഫസ്റ്റ് ഇങ്ങനെ വെക്കണം. പിന്നെ അതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ
നമുക്ക് പോരാൻ തോന്നിയെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്കായിരിക്കും ഓ ഇതെന്ത് ഈ ചോക്ലേറ്റ് ഇങ്ങനെ വെക്കാൻ എന്താ ഇത്ര വലിയ പണിയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്താ പറയുക, നമുക്ക് അത് സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് എത്ര മണിക്കൂർ നമ്മൾ ടൈം പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, നല്ല വർക്കുണ്ട്, നല്ല പണിയുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഡയറി മിൽക്ക്, ബൗണ്ടി, മാസ്, ടിക്സ്, കിറ്റ്കാറ്റ് ഇതൊക്കെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് 11,000 സംതിങ് നമുക്ക് ഇതിൽ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നമ്മളെ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ട്രാക്കും ഒക്കെ നല്ല റേറ്റ് ഉണ്ട്. 450, 300, ഏതൊരു ചെറിയ ട്രാക്ക് വരെ 300, 350 ഒക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് മൊത്തം സെറ്റ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലിംഗ് റാപ്പോട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ OHP ഷീറ്റ് ഇല്ലേ, നമ്മൾ ബൊക്കറ്റ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ്, അത് വെച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഷീറ്റ് വെച്ച് ചെയ്യട്ടോ, അതാകുമ്പോൾ കുറച്ച് നീറ്റ് ഉണ്ടാവും കാണാൻ. നമ്മുടെ ക്ലിംഗ് റാപ്പ് ആകുമ്പോൾ ഒരു നീറ്റില്ലാത്ത പോലെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് ഇതിൻ്റെ ഇതാട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നെറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതും സെറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നട്ട്സിൻ്റെ ട്രേ ആണ്, അതും നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഒന്നിൽ നമുക്ക് 250 ഗ്രാമിൻ്റെ നട്ട്സ് ആട്ടം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. വലുതിൽ 250 ഗ്രാം ഫുള്ളായിട്ട് ഫില്ലാകുന്നുണ്ട്, ചെറുതിൽ അതിലും കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിൽ ബദാമും അതുപോലെ തന്നെ ഒന്നിൽ പിസ്താഷിയോ, പിന്നെ നമ്മളെ കട്ട് ഫ്രൂട്ട്, പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്, പിന്നെ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ്സ് ആട്ടോ, നമ്മൾ സ്റ്റോണിൻ്റെ ചോക്ലേറ്റും അതുപോലെ തന്നെ ജെംസ് പോലത്തെ ചോക്ലേറ്റ് ആട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഇതിൻ്റെ 3rd വർക്കാട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ പയ്യ ഒരു കസ്റ്റമർ ആട്ടോ, ഇപ്പോൾ ഉണ്ട് കസ്റ്റമർ ഇങ്ങനെ നമുക്ക് ഓർഡറൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിനടുത്തത് അതും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതടുത്തത് നമുക്ക് ഒരു നമ്മുടെ എൻഗേജ്മെൻറ്റിന് കൊടുക്കുന്ന ഗോൾഡിൻ്റെ ഒരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഗോൾഡ് ഈ ഒരു ടൈം അവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ജസ്റ്റ് വെക്കുന്നുണ്ട്, ഗോൾഡ് കൊണ്ടുവന്നാൽ വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊരു തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കേട്ടോ അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ നമ്മളെ ഇത് വെക്കുന്ന ഗോൾഡ് വെക്കുന്ന ഒരു ഡമ്മി ഉണ്ട്, ആ ഡമ്മി എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നമ്മളെ ഈ സംഭവം കുറേ വെച്ച് നോക്കി, പക്ഷെ അത് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ട് അത് മൊത്തം എടുത്ത് മാറ്റി ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടോ. അപ്പം ഒരുപാട് ഫ്ലവേഴ്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-40 ഫ്ലവേഴ്സോളം ഇങ്ങനെ വെച്ചപ്പോൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ അത്രയും ഫ്ലവേഴ്സ് ആകുമ്പോൾ ഒരു ഫ്ലവേഴ്സിന് 16 രൂപക്കാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പം അത്രയും ഫ്ലവേഴ്സ് ആകുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടേക്ക് ആക്കി കേട്ടോ. ബാക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കാണൂലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുന്നോട്ടാക്കിയിട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇത് നെറ്റ് ഡ്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടാ. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവരെല്ലാം എണീച്ച്, എൻ്റെ മോന് 7 മണിയാകുമ്പോൾക്ക് എണീക്കോട്ടാ, 7 ലാസ്റ്റ് സമയം. അപ്പോൾ നമ്മൾ ഇത് ടവറൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കുറേ എന്താ പറയുക ആകെ മെസ്സായിട്ടാണ് ഉള്ളത്. ഈ ഒരു പണി എടുക്കാൻ തുടങ്ങിയാൽ നല്ലോണം നമ്മുടെ വീട് മൊത്തം കൊളാവും. അപ്പോൾ എണീച്ചതിന് ശേഷം ഞാൻ അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ടവറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ചോക്ലേറ്റ് മൊത്തം ഇതാക്കി വെച്ചതാണ്, അപ്പോൾ ടവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ബൊക്കറ്റ്സ് ഉണ്ട്, അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കിറ്റ്കാറ്റും ഡയറി മിൽക്കും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ബൊക്കറ്റ്സ്. ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്കിലും ഈ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്കൊരു 2-3 ദിവസം മുന്നേയൊക്കെ കിട്ടിയ ഓർഡർ ആണെങ്കിൽ നമുക്കത് മെല്ലനെ ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്നൊന്ന് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കാനുണ്ടായിന്. നമ്മൾ ബക്കറ്റ്സിലല്ല, നമ്മൾ ടവറിൽ കുറച്ച് സ്ഥലത്ത് ഫ്ലവർ വെക്കാനുണ്ടായിന്. അപ്പോൾ ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും ടൗണിലേക്ക് പോയിട്ടുണ്ടായിന് രാവിലെ ഒരു 10 മണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ. പക്ഷേ 10 മണിയായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം മെല്ലു കഴിഞ്ഞ് നമ്മൾ നെറ്റൊക്കെ ഇതാക്കി നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പം ഇതിനടുത്തത് നമുക്ക് ഡ്രസ്സ്, നമുക്ക് നല്ല പണി തന്നൊരു സംഭവം ഡ്രസ്സാട്ടോ. അതെങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ പോകുന്ന സമയം ഒരു കടയിൽ കയറിയിട്ട് വലിയൊരു ട്രേ വാങ്ങി. അതിലും വെക്കാനൊന്നും പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഉള്ളിൽ നല്ല നെറ്റ്, കട്ടിയുള്ള നെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മറ്റേ നമ്മൾ പുടവ പോലെ നിൽക്കുന്നില്ലേ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് ശേഷമായിട്ട് നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാതിരക്കേ ചെയ്ത കേക്കാണ്, അത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കേക്ക് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 9 ഇഞ്ചിൻ്റെ ഒരു താഴത്തത് 9 ഇഞ്ച്, മുകളിലൊരു 6 ഇഞ്ചാട്ടോ ചെയ്തിട്ടുള്ളത്. ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ വൈറ്റ് തന്നെ കേട്ടോ കൊടുക്കുന്നത്. എന്താ പറയുക, ഒരേ നൃത്തം തന്നെയായിരുന്നു. അത്രയും നമ്മൾ 3 മണിക്ക് തുടങ്ങിയ വർക്ക് ഈ ഒരു കേക്ക് വെക്കുമ്പോഴൊക്കെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. 10 മണി പറഞ്ഞിട്ടും കസ്റ്റമർ വരാൻ ലേറ്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ട്. 10 മണി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും റെഡി ആവില്ലായിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്ന് ആ ഒരു ടൈം തന്നെ തുടങ്ങിയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഇരുന്നിരുന്നാട്ടോ ചെയ്തിട്ടുണ്ടായത്. കാരണം മക്കളുടെ ഇടയിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക ആക്കിയാലും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ അവരെല്ലാം ഉറങ്ങിയപ്പോൾ ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ കേക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 12:30 മണിയാകുമ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും നമ്മൾ എന്നിട്ട് പുറത്തുനിന്ന് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ തീരെ വെളിച്ചമില്ല. അങ്ങനെ മുറ്റത്ത് നമ്മൾ ക്ലോത്തൊക്കെ വിരിച്ചിട്ടാണ് എടുക്കുന്നത്. അതിൽ ഹാമ്പസ് എന്ന് പറയുന്നത് നമ്മളെ ഡ്രസ്സ്, അതുപോലെ തന്നെ ഗോൾഡിൻ്റെത്, ഒരു ബോക്കറ്റ്സ്, നട്ട്സിൻ്റെത്, പിന്നെ ഒരു നമ്മളെ ചെരുപ്പും അതുപോലെ തന്നെ നെക്ലേസ്, അങ്ങനത്തെ ഫാൻസിയൊക്കെ വെക്കാനൊന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു 12 മണിക്കൂറോളം നമ്മൾ ഒരേ നിപ്പ് നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവർക്കും ബൈ ബൈ.